RMB കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. KS ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI വ്യക്തമാക്കി. സ്ത്രീവിരുദ്ധ പരാമർശം കോൺഗ്രസും RMB നേതാവ് KK രമയും തള്ളി. അധിക്ഷേപ പ്രസ്താവന പാർട്ടി നിലപാടിന് വിരുദ്ധമെന്നും KS ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്നും KK രമ MLA പറഞ്ഞു. CPMന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ RMB നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMBയുടെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. KS ഹരിഹരന്റെ പരാമർശം നിർഭാഗ്യകരമെന്നും പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ താനും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസോ UDFോ ലീഗോ ആരും അംഗീകരിക്കുന്ന മാത്രമല്ല RMBയും അംഗീകരിക്കുന്നില്ല. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു. അതിൽ തന്നെ നിർവാജ്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ പോസ്റ്ററിൽ ആ വിവാദം അവസാനിപ്പിക്കണം. ഒരിക്കൽ പോലും ഞങ്ങൾ ന്യായീകരിക്കുന്നതെന്ന് മാത്രമല്ല, പാടില്ലാത്തതായിരുന്നു. മാത്രമല്ല അതിൻ്റെ സംഘാടകനായി ഞാൻ എടുത്തു പറയുന്നു, അതിലൂടെ ഏതെങ്കിലും സഹോദരരുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടക നിലക്ക് ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഒരിക്കലും പാടില്ലാത്തായിരുന്നു. രാഹുൽ സുരേഷുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. രാഹുൽ, RMB തള്ളിപ്പറയുന്നുണ്ട്, കോൺഗ്രസും നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത്. RMBയും കോൺഗ്രസും ഹരിഹരനെ തള്ളിക്കൊണ്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അല്പം മുമ്പാണ് KK രമയുടെ പ്രതികരണം നമ്മൾ കണ്ടത്. ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. പ്രസ്താവനയെ RMB പൂർണ്ണമായും തള്ളുന്നു എന്ന് KK രമ പറയുന്നു. മാത്രമല്ല രാഷ്ട്രീയക്കാർ കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് KK രമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഹരിഹരനെതിരെ പാർട്ടി തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ RMB വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. അതിനുശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് അല്പം മുമ്പ് KK രമ പറയുന്നത്. അതോടൊപ്പം തന്നെ പരിപാടിയുടെ സംഘാടകനായ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഹരിഹരനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഈ വിവാദം വിട്ടുകൊടുക്കാൻ CPMും DYFIയും ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMന്റെ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു UDFും RMBയും സംയുക്തമായി ഇന്നലെ വടകരയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിനിടയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അതോടൊപ്പം വടകരയിലെ നിലവിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെയും ഉൾപ്പെടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഹരിഹരന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ളൊരു സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായത്. അതിനെ തിരുത്താൻ ആ ഘട്ടത്തിൽ ആദ്യം ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല എന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ DYFIയുടെ ഭാഗത്തുനിന്നും വരുന്ന പ്രതികരണം ഇതാണ്. നിയമപരമായി നേരിടുമെന്നാണ് DYFI ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം PC ഷൈജു DYFIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ DYFIയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി പരാതി നൽകുമെന്നുമാണ് ഈ ഘട്ടത്തിൽ DYFI പറയുന്നത്. വടകര രാഹുൽ, ഒരു നിമിഷം തുടരൂ. രാഹുൽ, DYFIയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. രാഹുൽ തുടരൂ. DYFIയുടെ പ്രതികരണത്തിലേക്ക് ഈ വിഷയത്തിൽ. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്നിട്ടുള്ള ഈ ഹരിഹരന്റെ ഈ പരാമർശം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ അങ്ങേയറ്റം അപമാനിക്കുന്ന രൂപത്തിലേക്കുള്ള ഈ പരാമർശത്തിനെതിരായി ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നിയമപരമായി ഈ വിഷയത്തിനകത്ത് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ DYFI നിലക്ക് ആലോചിച്ചിട്ടുള്ളത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഈ നിയമ നടപടി എന്ന് DYFI പറയുന്നുണ്ട്. ഒരു പ്രസ്താവനയ്ക്കപ്പുറം പോലീസിലേക്ക്, അങ്ങനെ ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് കരുതേണ്ടത് രാഹുൽ? നിലവിൽ DYFIയുടെ തീരുമാനം പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് നിലവിൽ DYFIയുടെയും CPMന്റെയും തീരുമാനം. ആ പ്രതികരണം തന്നെയാണ് PC ഷൈജുവിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ DYFI യോഗം ചേർന്നുകൊണ്ട് നിയമ നടപടി, അതായത് പോലീസിൽ പരാതി നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് DYFI ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വിവാദങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു വടകര മണ്ഡലത്തിൽ ഉണ്ടായത്. KK ശൈലജയ്ക്കെതിരെ ഇത്തരത്തിൽ അപകീർത്തിപരമായ
സമീപനം ഉണ്ടാകുന്നുവെന്ന് LDF ആരോപിക്കുന്നു. മറുഭാഗത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്ന് UDFും പറയുന്നു. എന്താണെങ്കിലും നിലവിൽ ഈ വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ നിലവിൽ ഡിവൈഎഫ്ഐ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നത്. അതേസമയം RMPയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഈ ഖേദപ്രകടനത്തോടെ ഈ പ്രശ്നം അവസാനിക്കണം എന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നാണ് അല്പം മുമ്പ് KK രമ പറഞ്ഞത്. പാർട്ടി നടപടി, അതായത് RMPയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പാർട്ടി നടപടി ഈ ഹരിഹരനെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി ഒരു തീരുമാനം കൈക്കൊള്ളും എന്നും KK രമ പറയുന്നു. എന്താണെങ്കിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ KS ഹരിഹരന്റെ ഈ പരാമർശം, സ്ത്രീവിരുദ്ധ പരാമർശം രാഷ്ട്രീയം ആയുധമാക്കുക തന്നെയാണ് CPM-ഉം DYFI-യും. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.